അതിശയിക്കും രുചിയിൽ മാങ്ങ വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ രുചിക്കൂട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിതാ 2 മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയും ദോശ, ചപ്പാത്തി, ഇഡ്ഡലി എന്നിവയ്ക്കൊക്കെ സൈഡ് ഡിഷായിട്ട് എടുക്കുക. ഒപ്പം തന്നെ ഗീ റൈസും ബിരിയാണിയൊക്കെ തിന്നുന്ന സമയത്ത് നമ്മൾ തൈരച്ചാറും പല അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ സൈഡിൽ അങ്ങോട്ട് വെച്ചാൽ ഇത് തന്നെയായിരിക്കും നമ്മൾ ആദ്യം കൂട്ടുന്നത് കേട്ടോ. അത്ര രുചിയാണ്. അപ്പോൾ 2 മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത്യാവശ്യം കൂടുതൽ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ആവശ്യത്തിന് മാങ്ങ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് ചേരുവകളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇത് സിമ്പിളായിട്ട് റെഡിയാക്കാം. ഒരു 5 മിനിറ്റ് മതി. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കുകയും ചെയ്യാം. അപ്പം തന്നെ കഴിച്ച് തുടങ്ങാനും പറ്റും. 2 മാങ്ങയുടെയും പുറമേയുള്ള തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയാം. തൊലിയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടി നെക്കിക്കൊടുക്കാൻ നിങ്ങളാരും മറക്കല്ലേ. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്ത് വന്നപ്പോൾ സംഭവം ചതഞ്ഞിട്ടുണ്ട് കേട്ടോ. ചില സൈഡുകളൊക്കെ അത്യാവശ്യം ഉയർത്തുന്നതാണ്, തോട്ടി കെട്ടിപ്പറിച്ചെടുത്തല്ലേ. അപ്പോൾ ആ ചതഞ്ഞ ഭാഗം നമുക്കത് ഒഴിവാക്കി കൊടുക്കുക. എങ്കിലേ നമുക്ക് കുറേ ദിവസം സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചതയാത്ത ഭാഗം നോക്കിയിട്ട് എടുക്കുക. അതല്ലെങ്കിൽ കൈവച്ചിട്ട് പറിക്കുന്ന സ്ഥലത്തൊക്കെ മാങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറിച്ചിട്ട് റെഡിയാക്കുകയാണെങ്കിൽ ഒത്തിരി കാലം കേടുകൂടാതെ തന്നെ നിൽക്കും. ഒരു 4 ദിവസം നമുക്കത് പുറത്തൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റേണ്ടി വരും കേട്ടോ. എങ്കിലേ ഒത്തിരി ദിവസങ്ങൾ നിൽക്കുള്ളൂ. പിന്നെ എടുക്കുന്ന സമയത്ത് സ്പൂണൊക്കെ നനഞ്ഞതൊക്കെ ഉപയോഗിച്ചിട്ട് എടുക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ പൂപ്പിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ അത് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടല്ല, വലുതായിട്ട് തന്നെ കട്ട് ചെയ്തോളൂ. അപ്പോൾ എനിക്ക് ഈ ഒരു മാങ്ങ തികയൂല. ഞാനൊരു 2 കൂടി പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതും കൂടി വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. അത്യാവശ്യം കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗീ റൈസൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ ഈ റെസിപ്പി ചെയ്യണത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. നമ്മളിതാ ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഒന്ന് റെഡിയാക്കുന്നത്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങളിന്ന് കൊണ്ടുപോകണമെന്ന് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, നമ്മൾ ആങ്ങളാരും മക്കളൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഇന്ന് തന്നെ അത് തീർത്ത് കളയും. അതിൻ്റെ പേരിലാണ് ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തത്. നിങ്ങൾ എന്താ ചെയ്യുക, എള്ളെണ്ണ എടുക്കുകയാണെങ്കിൽ ഒത്തിരി കാലം കേടുകൂടാതെ നിൽക്കും. കാലം എന്ന് പറയാൻ പറ്റില്ല, ഒത്തിരി ദിവസം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ കടുകും, ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ ഒരു 2-3 പച്ചമുളക് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇല കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ചേർക്കണം. ഞാൻ പറഞ്ഞല്ലോ, സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ വേണം ഉണ്ടാക്കാം. 5 മിനിറ്റ് കൂടി വേണ്ട. മാങ്ങയൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് പരിപാടി കഴിയും. തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ സ്റ്റോർ ചെയ്തോളൂ കേട്ടോ. മക്കളൊക്കെ വീട്ടിലുള്ള ടൈമാണ്. അപ്പോൾ ചോറൊക്കെ ചില സമയങ്ങളൊന്നും നമുക്ക് കൂട്ടാൻ കിട്ടൂലല്ലേ, ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് ഇതുപോലൊരു നാടൻ കൂട്ടൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊരു ടീസ്പൂണും ഇച്ചിരി ചോറും കൊടുക്കുകയാണെങ്കിൽ മക്കളൊക്കെ മുഷിപ്പില്ലാത്ത രീതിയിൽ തന്നെ വയറ് നിറച്ച് ചോറ് കഴിച്ചോളും. മാങ്ങയ്ക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് എങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. നമ്മുടെ ഈ ഒരു കൂട്ട് എന്ന് പറയുന്നത് എരിവ്, പുളി, മധുരം എല്ലാം കൂടി ചേർന്നിട്ടുള്ള സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഇത്രയൊരു കളർ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇനി സാധാരണ മുളക് പൊടിയാണ് ഇത്ര കളറൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട. അപ്പോൾ ആ ഒരു മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ടൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മാങ്ങ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. മാങ്ങയുടെ ഒപ്പത്തിനൊപ്പം അങ്ങനെ വെള്ളം നിന്നോട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലോട്ടൊരു 2 അച്ച് ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അതല്ല, ശർക്കരയുടെ പൊടിയാണ്, നല്ല ഫ്രഷ് പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഒരു നുള്ളുപ്പും കൂടിയും ചേർത്തിട്ട് ഞാനതാ മൂടി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും തന്നെ പെട്ടെന്ന് മാങ്ങയല്ലേ, ഒത്തിരി വേവൊന്നുമില്ലല്ലോ, നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഈ ഒരു സമയത്ത് നമ്മളിവിടെ 2 അച്ച് ശർക്കര കുറഞ്ഞ വെള്ളത്തിലൊന്ന് ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് ആ ഒരു ശർക്കരപ്പാനി ഒന്ന് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി കിടന്നിട്ട് ഇനി ഒരു മാങ്ങ നന്നായിട്ട് ആ ഒരു ശർക്കരയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പാനി നന്നായിട്ട് കുടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല കളറൊക്കെ ചേഞ്ചായി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. ആ ഒരു സമയത്താണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങ അങ്ങനെ ഒത്തിരി ഉടച്ചൊന്നും കൊടുക്കണ്ട. ഇതിലിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ സെറ്റായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കഷ്ണം മാങ്ങ എടുത്ത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഇതൊക്കെ ഇതിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ വായിലങ്ങോട്ട് വെള്ളം ഇറന്നുണ്ടാവില്ലേ. അപ്പോൾ മാങ്ങയുടെ സീസണാണ്. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ചെയ്യണേ. അങ്ങനെ നമ്മൾ അടച്ച് വെച്ചിട്ട് ശർക്കരയും മാങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സായി മാങ്ങയുടെ ആ ഒരു റെഡ് കളറായിട്ടുള്ള കളറൊക്കെ കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ ആ ഒരു ശർക്കരയുടെ കളറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതുപോലെയല്ല, കുറച്ചുകൂടി ഒന്ന് വറ്റി കിട്ടണം. ഒന്നെങ്കിൽ നമുക്ക് അടപ്പൊക്കെ ഒന്ന് തുറന്ന് വെച്ച് ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് ഉണങ്ങി ഇങ്ങനെ നന്നായിട്ട് വറ്റി വരും കേട്ടോ. പെട്ടെന്നായി വരും. നമ്മളിതോട്ട് ഓൾറെഡി ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ശർക്കരയിൽ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ആദ്യം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ഇച്ചിരി സമയം കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. എന്ന് കരുതിയിട്ട് മാങ്ങ അങ്ങ് വെന്ത് ഉടഞ്ഞു പോവുക അങ്ങനെയൊന്നുമല്ല. കഷ്ണങ്ങളൊക്കെ വേറിട്ട് തന്നെ നിൽക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇങ്ങനെ ആകുമ്പോഴാണ് മക്കളെ ഇത് കഴിക്കാനും രുചി. ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഇതിലോട്ട് കുറച്ച് കായത്തിൻ്റെ പൊടിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ അല്ലേ. കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അടിപൊളി രുചിക്കൂട്ട് ഇവിടെ റെഡിയാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള സ്മെല്ലിനും ടേസ്റ്റിനും കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് പോവാണ്. ഈ ഒരു സമയമായപ്പോഴേക്കും തന്നെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് വരും. ഇനി ഇതുപോലെയല്ല, കുറഞ്ഞൊരു ലൂസായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിന് മുന്നേ തന്നെ ഗ്യാസ് ഓഫാക്കിയെടുക്കാം. ഈ റെസിപ്പി ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? പച്ചമാങ്ങയുടെ സീസണല്ലേ, ചെയ്തിട്ടുണ്ടാവില്ലേ? ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ പുറത്തൊരു 4 ദിവസം വെച്ചാൽ വരെ കേടുവരില്ല. പിന്നെ നിങ്ങൾ കൂടുതൽ മാസങ്ങളോളൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഗ്യാസിൽ നിന്നും പുറത്ത് വെച്ചിട്ടും ആ ഒരു മൺചട്ടി കാരണം ഇതിലിങ്ങനെ കിടന്നിട്ട് തിളച്ചുകൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ല അടിപൊളി സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാങ്ങ അങ്ങ് ഒത്തിരി ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ലൊരു ക്രീമി ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല പുളിയുള്ള ഒരു സൈസ് നാടൻ മാങ്ങ ഉണ്ടല്ലോ, അത് വെച്ചിട്ടുണ്ടാക്കിയാൽ നമുക്കിതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ചെറിയ പുളിയോട് കൂടിയിട്ടുള്ള മാങ്ങ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ ഒരു റെസിപ്പി എനിക്ക് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത്. നമ്മുടെ സംഭവം ഇവിടെ അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുക്കുക. വെള്ളമൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. ഞാനൊരു ബോട്ടിലൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഒന്ന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സംഭവം കേട്ടോ ഇത്. ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിതാ ഈ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ചൂടാറിയതിന് ശേഷം മാറ്റി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് അങ്ങോട്ട് അടിച്ച് വെക്കുക. ആവശ്യാനുസരണം എടുത്താൽ മതിയല്ലോ. എടുക്കുന്ന സമയത്ത് 5 ടീസ്പൂണ് വെള്ളം കൂട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളുണ്ടാക്കുന്ന ഇതുപോലെയുള്ള അച്ചാറുകളൊക്കെ കേട് വന്നു പോകുന്നത് കേട്ടോ. ഇതിന് അച്ചാർ എന്നാണോ പച്ചടി എന്നോ എന്താ വിളിച്ചാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. ഒരൊറ്റ തവണ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എല്ലാവരും കാണട്ടെ. സൂപ്പർ ടേസ്റ്റിലുള്ള നല്ലൊരു നാടൻ രുചിക്കൂട്ടാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഒക്കെ നമ്മുടെ അടുക്കളയിലുള്ള കുഞ്ഞു കാര്യങ്ങൾ വെച്ചിട്ടുള്ള അടിപൊളി റെസിപ്പി. നമുക്ക് ഈ ഒരു ബോട്ടിൽ കറക്റ്റാണ് കേട്ടോ. അത്യാവശ്യം ഒരു 3 പച്ചമാങ്ങ ഞാൻ എടുത്തിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ട്. നന്നായിട്ട് അടച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.